അതാണ് മിഷൻ 150. അപ്പോൾ എന്തായാലും ഞങ്ങൾ അല്ലേ ഒരു ദിവസത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ചത്തെ റെസ്റ്റും മടിച്ചു പൊളിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നു. ആറാടിച്ചോണ്ടേ ഇരിക്കുക അല്ലേ. അത് ഞങ്ങളെന്താണെങ്കിലും ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണം? പക്ഷേ ഇന്ന് ഞങ്ങൾ കക്കോടി ഭാഗത്തേക്കാ. അതല്ലേ. അപ്പോൾ നമ്മളെ വണ്ടി കിടക്കണ കിടപ്പോക്ക് 2 ഡോറൊക്കെ തുറന്നിട്ടിട്ടേ പോർച്ചിലുള്ള കേട്ടോ, കാർ പോർച്ചിലുള്ള കാറാണ്. ഇത് നമ്മളെ പിന്നെ മാഷിന്റെ റിലേറ്റീവിന്റെ വീടാണ്. ഞങ്ങൾ ഇന്നലെയൊക്കെ താമസിച്ച വീടാണ്. ആരാ മാഷ? അത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോളും ഹസ്ബൻഡും. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഹാപ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി എന്തായാലും നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് വേണം. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ 1-2 മിനിറ്റ് ഒരു 4-5 മിനിറ്റ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിലവഴിക്കുക. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതിനകത്ത് ഞങ്ങൾക്കും ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം, പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം. എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാമല്ലോ. പക്ഷേ കിടക്കാം, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ആറാടിക്കാം തീർച്ചയായിട്ടും. പിന്നെ അപ്പം ഒരിക്കൽ കൂടി നമുക്ക് എന്താണ് നമ്മൾ ചേച്ചിനോടും മാമനോടും നന്ദി പറയാം അല്ലേ. ഒരുപാട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഓളായിരുന്നു അല്ലേ. അതെ. ഓക്കെ ശരി. സുഹൃത്തുക്കളെ, 2 വർഷം കൊണ്ട് 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2 ചെറുപ്പക്കാർ റിജിനും നിലീഷും വയനാടും കാലിക്കറ്റുമുള്ള 2 ആളുകൾ സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ട് ഒരു ഉറുപ്പിക ചാലഞ്ച് ആക്കിക്കൊണ്ട് മാക്സിമം എത്രയോളം സ്വീകരിക്കും, അവർ 1 ഉറുപ്പ്യ മതിയെന്നാണ് പറയുന്നത്. അങ്ങനെ പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഈ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അവരെ സ്വീകരിക്കേണ്ടതും അവരെ അഭിനന്ദിക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ കടമയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഭവമാണ് ഈ സഹായഹസ്തങ്ങൾ മുന്നോട്ട് വന്നത്. അത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി റിജിനെ ക്ഷണിക്കുന്നു. നമസ്കാരം കേട്ടോ. ഞങ്ങളെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ സൈക്കിൾ കൊണ്ട് ഇതിലേ വന്നുള്ളത്. ഞങ്ങൾ ശരിക്കും വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരി അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ. യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ 8 മാസമായി. ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലായിരുന്നു. അതെല്ലാം വർക്ക് ചെയ്തിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ 1.5 മാസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൈക്കിളിലും നടന്നിട്ടും കാറിനും എല്ലാ രീതിയിലും ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവരൊരു ബഡ്ജറ്റ് ഇടും, ഇത്ര പൈസ കൊണ്ട് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെറും പേഴ്സിൽ 200 രൂപ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും പോലെ എല്ലാവരും സ്ഥലങ്ങളും കണ്ടിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വരിക എന്നുള്ളതല്ലായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടുന്ന എല്ലാവരോടും കുറഞ്ഞത് 1 രൂപയെങ്കിലും ഞങ്ങളുടെ സൈക്കിളിലും എല്ലായിടത്തുള്ളത് 1 രൂപ എന്നുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ പോയിട്ട് കാശ്മീരെല്ലാം പോയി വരുമ്പോഴത്തേന് ഏറ്റവും കുറഞ്ഞത് ഒരു 5 കുടുംബങ്ങൾക്കെങ്കിലും വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് രോഗികളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മൊത്തത്തിൽ പ്രശ്നം എവിടെ എത്തൂല. നമ്മുടെ ഈ 2 വർഷം ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ എവിടെ എത്തൂല രോഗികളെ സഹായിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ രോഗികളും വികലാംഗരുമായുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വീട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 2 വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലിപ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പലരുടെ ആശ്രയം കൊണ്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ആരോഗ്യമുണ്ട്, നമുക്ക് 2 സെൻറ്റ് സ്ഥലം വാങ്ങാനോ അതിൽ വീട് വെക്കാനൊക്കെ പറ്റും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒട്ടും അധ്വാനിക്കാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള ആരോഗ്യമുള്ളവർ വേണം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ. അതിപ്പോൾ മരുന്ന് വാങ്ങാനാണെങ്കിലും ഭക്ഷണം വാങ്ങാനാണ്, വീട് വെക്കാനാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ആരോഗ്യമുള്ളവരാണ് ചെയ്യാൻ അല്ലേ. ഇപ്പോൾ ഞങ്ങളുടെ 2 പേരെയും പ്രായത്തെ വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് 2 പേർക്കും 33 വയസ്സായി. ഈ 33 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല പ്രായം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് 2 വർഷം മാറ്റി വെച്ചു. ഈ 2 വർഷം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും പോകാനില്ല ഇല്ലേ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒന്നും പോകാനില്ല. ഒരുപാട് പൈസ ഉണ്ടാക്കി വെക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. നോർമൽ ജീവിതം എങ്ങനെയാണ് ആ ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതത്തിന് 2 വർഷം കട എടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവിക്കുക, സമൂഹത്തിന് വേണ്ടി സേവിക്കുക. അപ്പോൾ പലരുടെയും സ്വപ്നങ്ങളാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ 8 മാസം മുമ്പ് ഡിസംബർ 10-ന് വയനാട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെല്ലാം കവർ ചെയ്തപ്പോഴത്തേന് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ വയനാട് സുൽത്താൻ ബത്തേരി അമ്പലവയൽ എന്ന സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി ഈ 5 വീടുണ്ടാക്കാൻ വേണ്ടി. അവിടെ ഇപ്പോൾ JCBൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും നല്ലൊരു സപ്പോർട്ട് സമൂഹത്തിന് നമ്മുടെ ഇങ്ങനൊരു നല്ലൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹം നല്ലൊരു സ്വീകരണം തന്നുകൊണ്ട് ഞങ്ങളെ പിന്നെ ഇതേപോലെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും 1 രൂപ വീതം ചോദിക്കുക.
അപ്പോൾ അങ്ങനെ 5ഉം 10ഉം 100ഉം 1000ഉം 10,000 ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏകദേശം 4,78,000 രൂപ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അത് 2 ജില്ലയിൽ നിന്ന് കിട്ടിയ മാത്രം സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ മിഷൻ ഏകദേശം എറണാകുളം ജില്ലയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. പിന്നീട് ഞങ്ങൾ എന്തായാലും യാത്ര തിരിച്ചാണ്, ആദ്യം തിരുവനന്തപുരം വരെ, അതിന് ശേഷം പിന്നെ ബാക്കി 27 സ്റ്റേറ്റും കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എത്രയൊക്കെ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും ദൗത്യം. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ. ഞാനും തിരക്കുള്ള ഒരാളാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷമായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അധ്യാപനമാണ്. അവിടുന്ന് ലീവ് എടുത്ത് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കാർക്ക് സമയം ഉണ്ടായിട്ടല്ല, എന്നാൽ നമ്മുടെ സമയങ്ങൾ വിലക്കി വാങ്ങുകയാണ് അല്ലേ. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും ചിലവഴിക്കാൻ ആർക്കും സമയം ശരിക്കില്ല അല്ലേ. എന്നാൽ ആ സമയത്തെ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ നേരത്തെ അറിയില്ലായിരുന്നു. പല ആൾക്കാരും പട്ടിണിയായിട്ടും അല്ലെങ്കിൽ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല, വഴി സൈഡിലൊക്കെ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ, ചിലർ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനോഭാവങ്ങൾ എന്താ, അവരായിരിക്കുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, രോഗികൾക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കൊടുക്കാനും മറ്റു സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ഒരു സന്തോഷം നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഷോപ്പിലല്ലെങ്കിൽ ഇതേ ടീച്ചറായിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ പഞ്ചായത്തിലും പോയാൽ ഓരോ ആൾക്കാരുടെ സ്വഭാവം, അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ ആ ഏരിയയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇച്ചിരി കുറവായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഉള്ളിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറേ ഗുണങ്ങളെന്ന് വെച്ചാൽ ഈ സമൂഹത്തിനെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, കുറേ പേരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഒടുവിലും നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഞങ്ങളും ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 5 വീടിൻ്റെയൊക്കെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് അത് അർഹതയുള്ള കയ്യിലേക്ക് എത്തിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും നമുക്ക്. അതുതന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഓർത്ത് വെക്കാനും സന്തോഷിക്കാനും അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് അത് 1-2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് കഴിയും അതിൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതകാലം നമ്മൾ മരിച്ചാലും നമ്മുടെ ആ ഒരു സന്തോഷം അല്ലേ, മറ്റുള്ളവർ നമ്മളെ ഓർക്കാനും അല്ലെ, നമ്മളെ മരിക്കുന്നോടം വരെ നല്ല നല്ല ഒരു അവസ്ഥയിൽ ജീവിക്കാനൊക്കെ ഒരു സന്തോഷമല്ലേ, ഒരു ഫീലിംഗ് അല്ലേ. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെയാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാഷിൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ, ഒരു സാറുമാരൊക്കെ. പിന്നെ നമ്മുടെ മാഷിനെ പരിചയപ്പെടുന്നത് ഇവിടെ എത്തിയിട്ടാണ്. അപ്പോൾ മാഷെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതെ ചന്തുക്കുട്ടി അല്ലേ. അപ്പോൾ മാഷിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം വന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ടുകൊണ്ട് ഇതെന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെ താമസിക്കുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു ഒന്നും അറിയത്തില്ല. അപ്പോൾ പല സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഫീലിങ്സ് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ മാഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ ഞങ്ങൾ ഈ ടൗണൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, പക്ഷേ അവരുടെ കയ്യിലുള്ള അവരെ മനസ്സറിഞ്ഞിട്ട് പല പൈസകളും ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ 10, 20, 50, 100 ആയിട്ട് 500 ആയിട്ട് പല പൈസകളും ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഇവിടുന്നും നല്ല നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 2 ദിവസമായി, ഇവിടെ റിലേറ്റീവ്സിൻ്റെ അടുത്തായതുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഇവിടുത്തെ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചു. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറിയെന്നൊക്കെ 8 മാസം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ തങ്ങിയിട്ട് ഞങ്ങളുടെ ഒന്ന് റിലാക്സായി അങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയെന്നുള്ളതാണ് ഒരുപാട് സന്തോഷമായി. അതിന് നാട്ടുകാരോടും അതുപോലെ പിന്നെ മാഷിൻ്റെ കുടുംബത്തോടും മാഷിനോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്.
ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ ഞങ്ങളും മക്കൾസുമായിട്ട് ഞങ്ങൾ എവിടെ പോവാണ്? കൊല്ലാടല്ല, റൈഡിന് പോവാണ് അല്ലേ മാമ? അതെ. മാമനാ? അല്ല അച്ഛാ, അച്ഛനോ? തന്തേ തന്തയോ? അച്ഛനെ. ഞാൻ ചെറിയ പയ്യനല്ലേ? അതെ, കുഞ്ഞു പയ്യനാണോ? കുഞ്ഞു പയ്യൻ. 26 വയസ്സ്, 2 കുട്ടികളല്ല, 1 കുട്ടി. അപ്പൊ ഞങ്ങള് മക്കൾസായിട്ട് ഇങ്ങനെ റൈഡ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അടിച്ചു പൊളിക്കാൻ ഉഷാറല്ലേ? എങ്ങനെയുണ്ട്? പൊളിച്ചെടുക്കുക. സൂപ്പറാ. ഇന്നലെ കഴിഞ്ഞ ദിവസം കിടന്ന് ഉറങ്ങിയില്ലേ? എങ്ങനെയുണ്ട് ഉറങ്ങിയിട്ട്? ഇത് വണ്ടിയാണോ? വണ്ടിയില്ലേ? വണ്ടി. ഞങ്ങളെ മക്കള് ഇതാ ഈ 2 പേരും കഴിഞ്ഞ ദിവസം രാത്രി നല്ല സുഖമായിട്ട് ഞങ്ങൾ ഈ വണ്ടി കിടന്ന് ഉറങ്ങി. നല്ല മഴയത്ത്. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ഉണ്ട് തോന്നുന്നില്ല നമ്മുടെ അടുത്ത്. ഞാനത് കാണിച്ചു തരാം, നമുക്ക് എല്ലാവരും കാണിച്ചു തരാം. എങ്ങനെ നല്ല സുഖമായില്ലേ നമ്മള് പോന്നെ? നിരനിരാ വരുന്ന ബസ്സുകൾ ഉണ്ടോ? ബസ്സുകൾ നിരനിരാ വരുന്നു, നമ്മൾ നിരനിരാ പോകുന്നു. നമ്മളിങ്ങനെ ചവിട്ടി വിട്ടോണ്ടേയിരിക്കാം. ചോദിച്ചോണ്ടിരിക്കുക. അതാണ് പോയിക്കൊണ്ടേയിരിക്കാം. ഞായറാഴ്ച അങ്ങനെ യൂണിഫോം ഉണ്ട്. ഞായറാഴ്ച യെസ്, സൺഡേ ഹോളിഡേ ആണ്. എങ്കിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്തു? യൂണിഫോം ഇട്ടു. ഞങ്ങള് വയനാട് ഇറങ്ങിയോളൂ. വയനാട് നിന്ന് കാസർഗോഡ്, കണ്ണൂരെല്ലാം കവർ ചെയ്തിട്ട് ഇങ്ങനെ കോഴിക്കോട് ജില്ലയില്, ഇനി ഇതിലിങ്ങനെ ഓരോ ജില്ല കവർ ചെയ്ത് തിരുവനന്തപുരം, അതിന് ശേഷം പിന്നെ തമിഴ്നാട് വഴി അങ്ങനെ കാശ്മീരൊക്കെ പിടിച്ച് കർണാടക വന്നില്ലേ? യെസ്, അത് ശരി. കടന്നൂരടി പൊളിച്ച് ഇപ്പൊ ലീവ് തന്നാ? അത് ശരി. നമ്മുടെ കൂടെ ഉള്ളത് ആർമി ഓഫീസറാണ്. ഓഫീസറുടെ പേരെന്താ? എന്റെ പേര് അനുരാഗ്. ബ്രോന്റെ പേര്? നന്ദു. ഇവിടെ തന്നെ വീട്? ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോ ഏകദേശം ഒരു 2 വർഷം പിടിക്കും. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ജില്ലയും കവർ ചെയ്ത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തും കവർ ചെയ്താ പോവാ. ഞങ്ങളുടെ ഈ റൈഡിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗീവ് 1 റുപ്പി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഓരോ രൂപയും കളക്ട് ചെയ്തിട്ട് 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള യാത്രയല്ലാതെ. അപ്പൊ സമയം എടുക്കും ഞങ്ങൾ അവിടെ എത്താൻ, പക്ഷെ എല്ലാം പോവും. 28 സ്റ്റേറ്റും കവർ ചെയ്യും. താങ്ക് യു. അടിപൊളി. എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ റൈഡ്, ഞങ്ങളുടെ ഈ പ്രവർത്തനം എല്ലാം ഉണ്ടായത്. ഓക്കെ, പൊളിച്ചവര് ഒരു ആർമി ഓഫീസറാണ്. നമ്മുടെ വണ്ടി റൈഡ് എന്ന് പറഞ്ഞ എല്ലാരും ഒരു വൈബാണ് അല്ലേ? നമ്മളോടല്ല, അവിടെ ഫോണിലാണ്. അണ്ണാരക്കണ്ണനും തന്നാലായി. ഞങ്ങളുടെ ആശയം അതാണ് മഴ. എല്ലാവരെയും സപ്പോർട്ട്, നമ്മുടെ കഷ്ടപ്പാട്. ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേന് 5 പേർക്ക് വീട്. അതാണ് ഞങ്ങളുടെ സ്വപ്നം. കൊണ്ടുവരാം. ഞങ്ങളിപ്പോ തിരിച്ചു വരും. ഞങ്ങളിവിടെ ഒരു മാഷ്, നമ്മുടെ കൂടെ ഉള്ള ആളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അവിടെയാ താമസം. രാവിലെ പോകുള്ളൂ. താങ്ക് യു. പലതുള്ളി പെരുവള്ളാവുന്നല്ലേ. താങ്ക് യു. വരട്ടെ. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഇവിടെ നമ്മുടെ കൂടെ ഉള്ള ആളുടെ റിലേറ്റീവ് ഉണ്ട്, അവിടെ ഒന്നും താമസിക്കുന്നേ. നമ്മളെ പാലത്ത് കടേന്റെ നേരെ ഓപ്പോസിറ്റ്. അല്ല, ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ട് 8 മാസമായി. കാസർഗോഡ്, കണ്ണൂരെല്ലാം കവർ ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാ ചെറിയ ചെറിയ പഞ്ചായത്തിലും പോകും. അതാണ് ഇങ്ങനെ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച അടിച്ചു പൊളിക്കലല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2 വർഷം പിടിക്കും കവർ ചെയ്തിട്ട് വരുമ്പോ. തീർച്ചയായിട്ടും പോയിട്ടരാം. ഓക്കെ, താങ്ക് യു. അത് അടിപൊളിയായിരുന്നു. നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ ന്യൂസ് ഈ വണ്ടി കണ്ടായിരുന്നു ഇവിടുന്നോ. അങ്ങനെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അവരെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടാണ് തോന്നുന്നത്. അതാണ് പ്രത്യേകത. ആർക്കും ബുദ്ധിമുട്ടില്ല.
അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തന്നു. സന്തോഷം. നല്ല വാക്കുകൾ കേട്ടു. വാക്കുകൾ പോലെ അല്ലേ? തീർച്ചയായിട്ടും ഒരു സന്തോഷപൂർവ്വം ഒന്ന് ചിരിച്ചുകൊണ്ട് നല്ല വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം അല്ലേ? അതെ, നല്ല നെഗറ്റീവ് അടിക്കുമ്പോൾ ഒരു പ്രോത്സാഹനം തന്നെ. ഞങ്ങൾക്ക് നമുക്ക് തന്നെ ഏതും ഒരു വിഷയമുള്ള കാര്യമില്ല. നല്ല എനർജിയാണ്. ആ നെഗറ്റീവ് അടിക്കുന്നവരോട് 2 വാക്കൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഈ സംഭാവന വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വാങ്ങാണ്ടോ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും. 1, 2, 4 ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വരെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഓക്കെ. ശരി, പോയ വാക്കിൽ തിരിച്ചു വന്നാലേ. സാറിന്റെ പേര്? ഇത് സൈക്കിളാ, ചവിട്ടി ചവിട്ടി പോവാ. ഇത് ഇവിടെ ഉള്ള പിള്ളേരാണ്, നമ്മുടെ കൂടെ ഉള്ള ഇവരുടെ റിലേറ്റീവ് ഉണ്ട് ഇവിടെ പാലത്ത്. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഈ പാലത്തുകാരെ ഞെട്ടിച്ചോണ്ടിരിക്കല്ലേ? അപ്പൊ ഇനി പോയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കൊക്കെ പറയണമല്ലോ. അപ്പോ എന്തായാലും വളരെയധികം സന്തോഷം. പറയാനും വാക്കുകൾ ഏറെയുണ്ട്, പക്ഷെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ പോയിട്ട് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ നേരത്ത് ഒരു 4-5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ? 2 ചെറുപ്പക്കാർ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ? അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ വേണം. തീർച്ചയായിട്ടും. അപ്പോ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പക്ഷേ തീർച്ചയായിട്ടും പോലെ ഇല്ല പോലെ മക്കളെ. യെസ്, ഇങ്ങനെ പറയാം. എന്റെ ഓക്കെ, ബൈ.